ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വാക്യം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാൻ കിട്ടിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം അവിടുത്തെ സന്നിധിയിൽ വരുവാൻ തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് അടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. അടിയൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും അവിടുത്തെ ഹിതപ്രകാരം മാത്രമായിരിക്കണമേ. അടിയനെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ അത് ഒരു പ്രകാശത്തിനായി മാത്രം തീരണമേ. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു, ഉത്തരമരുളണമേ. ഇന്ന് പള്ളിയിൽ പോയപ്പോഴാണ് ഈ ഒരു പ്രസംഗം കേൾക്കാനിടയായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ കേൾക്കുന്നവരോട് അതൊന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. ആ തോട്ട് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് അച്ഛൻ പ്രസംഗിച്ചത് ഒരു താമരയെ പറ്റിയാണ്. താമര എന്ന് പറയുന്ന ഫ്ലവർ, ആ ഫ്ലവർ വളരുന്നത് ചെളിയിൽ നിന്നാണ്. ചെളിയിൽ വളർന്നാണ് അത് മനോഹരമായിട്ട് പൂക്കുന്നത്. അതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ അത് വളർന്നു വരുന്നത് ചെളിയിൽ നിന്നാണ്. ആ ചെളിയിലൂടെ വളർന്നാൽ മാത്രമേ അതിന് ഭംഗിയായിട്ട് പൂക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം ലോട്ടസ് എന്ന് പറയുന്ന ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിയെ, ഒരു പ്യൂരിറ്റിയെ ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇത് മഡി കണ്ടീഷൻസിലാണ് വളരുന്നത്. അതായത് ഡിഫിക്കൾട്ട് എക്സ്പീരിയൻസസ്, സഫറിങ്സ്, അതിലൂടെയാണ് നമുക്ക് ഒരു പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാകുന്നത്. മഡ് എന്ന് പറയുന്നത് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ജീവിതത്തിലെ വെല്ലുവിളികളെയും കഷ്ടപ്പാടുകളെയും അസഹിഷ്ണുതയും അസഹ്യമായ അവസ്ഥകളെയും ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നു. എന്നാൽ ആ ഒരു ഫ്ലവർ എന്ന് പറയുന്ന ഈ തടസ്സങ്ങളെ മറികടക്കുന്നതിലൂടെ ഉയർന്നു വരുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്കംസ്, മനോഹരമായ ഫലങ്ങൾ, ജ്ഞാനം, നമുക്ക് കിട്ടുന്ന ഒരു വിസ്ഡം, നമുക്ക് കിട്ടുന്ന ഒരു പ്രബുദ്ധത, ഇവയെല്ലാം ഈ തടസ്സങ്ങളെ മറികടക്കുന്നതിലൂടെയാണ് ഇതെല്ലാം ലഭിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയിലൂടെ നമുക്കിത്തരം നെഗറ്റിവിറ്റി, ഇത്തരം തടസ്സങ്ങൾ, പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്ത് നമുക്ക് ഒരു വളരെ ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ലോട്ടസ് ഫ്ലവറിനെ പോലെ, താമരയെ പോലെ വിടരാൻ നമുക്ക് പരിശ്രമിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു തോട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രയാസങ്ങൾ, പ്രതികൂലമായ അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ തളരാൻ പാടില്ല. പക്ഷേ നമ്മൾ ഈ ഒരു വാക്യം നമ്മൾ ഓർക്കുക, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ആരാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്? ദൈവമാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നമ്മുടെ ഫലം നിലനിൽക്കേണ്ടതിന് നമ്മളെ ദൈവം തമ്പുരാൻ ആക്കി വെച്ചിരിക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതെല്ലാം നമുക്ക് ദൈവം തമ്പുരാൻ തരും. അതിൽ നമ്മൾ വിശ്വാസമർപ്പിച്ച് എല്ലാവിധ പ്രതിബന്ധങ്ങൾ, എല്ലാ പ്രതികൂല അവസ്ഥകളും പ്രാർത്ഥനയിലൂടെ തരണം ചെയ്യുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം തമ്പുരാൻ സഹായിക്കുമാറാകട്ടെ.